പിറന്നാളിൻ്റെ തലേദിവസം രാവിലെ എന്നത്തെയും പോലെ നടക്കാൻ ഇറങ്ങി എന്നെ കാത്ത് വീട്ടിലൊരു ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട്. It's time to celebrate your birthday pack-up. അങ്ങനെ ഒരു വമ്പൻ സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയാണ്. ഒന്നുമില്ല, പെട്ടി പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. പാക്ക് ചെയ്തു. എങ്ങോട്ടാന്നുള്ളത് ഇപ്പോഴും ക്ലൂ തന്നിട്ടില്ല കേട്ടോ. ഞാൻ കുറെ ചോദിച്ചു നോക്കി, ഒന്നും പറഞ്ഞിട്ടില്ല. മിത്തു പറയട്ടെ, മിത്തുവിനെ അറിയാന്നൊക്കെ. മിത്തുനറിയോ? മിത്തുനറിയാം, ഞാൻ മിത്തുനോട് പറഞ്ഞു. കുറെ നേരമായി പറയണോ എപ്പോഴും പൊട്ടിക്കുന്ന അറിയില്ല. പിന്നെ അമ്മ എനിക്കറിയാട്ടോ, എനിക്കറിയാം. ഞാൻ കുറെ ചോദിച്ചു, പക്ഷെ ഇതിന്റെ അടുത്ത് പറയുന്നത് നമ്മ വിചാരിക്കണ്ട. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര നേരം ഉണ്ടാവും അറിയില്ല. മിത്തോടെ തകൃതിയായ പാക്കിങ്ങും മിത്തുവിന്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുക്കലാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. പോകുമ്പോ എങ്ങനെ അറിയാം എവിടേക്കാണെന്നല്ല, അവിടെ എത്തുമ്പോ അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ക്ലൂവും തന്നിട്ടില്ല. മിത്തുവിനറിയാം. സീറ്റ് ബെൽറ്റ് ഇട്ടാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറയണോ? ഒരു ക്ലൂ തരാം. പിന്നെ സൊപ്പ് പോണം എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ മിത്തു? ഞാൻ പോണെന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഇല്ല മിത്തു, അമ്മ ഈ പേര് പറഞ്ഞിരുന്നു പോണെന്ന്. നോക്കണല്ലോ. ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് നോക്കാം. എന്തായാലും സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചു നേരത്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് പിറന്നാളിന്റെ മുന്നത്തെ ദിവസം തന്നെ കൊടുത്തത്. പിറന്നാളിന്റെ ഞാനാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോവാന്നൊക്കെ വിചാരിച്ച് നടന്ന്. അത് സ്വപ്നം ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വ്ളോഗില് നീ പോയിട്ട് ആ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് നീ പറയുന്നില്ലേ, ഞാനിത് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ടാണ്, ഞാൻ എത്ര വേഗം. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ? എന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോ? ആ വീഡിയോയിൽ അപ്പൊ ഞാൻ പറയുന്നുണ്ട് അതിന്റെ രാവിലത്തെ അമ്പലത്തെ പോക്കൊക്കെ കണക്കാണ് എന്നുള്ളത്. അതിന് വേണ്ടിട്ട് എത്ര ധൃതി പിടിച്ച് തുന്നിക്കാൻ പ്ലാൻ ചെയ്തോട്ടെ. ഞാൻ വിചാരിച്ചൊരു കേക്ക് കട്ട് ചെയ്യാം. സദ്യ ഒന്നും ഞാൻ എന്റെ പിറന്നാളിൽ ഉണ്ടാക്കാറില്ല, കാരണം മിക്കവാറും നിമിഷേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നേ ചെയ്യാറ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാം എന്ന് വിചാരിച്ചു, നൈബേഴ്സിനൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ എല്ലാം ഒരു തീരുമാനമായി. ബാക്കി നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഞാൻ കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ, ഞാൻ കണ്ടുപിടിച്ചു. ഗ്രാൻഡ് ഹയാത്ത് അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ പറഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ബോർഡ് കണ്ടു, ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞിട്ട്. ഓ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അല്ലേ? അങ്ങനെ ആ സർപ്രൈസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഗ്രാൻഡ് ഹയാത്തിലാണ്, BKC സൈഡിലുള്ള. പറയുന്ന ഒരു സംഭവമാണ് അല്ലേ? സൊപ്പു എപ്പോഴും പറയുന്നതാണ് ഹയാത്ത് 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 ഗ്രാൻഡ് ഹയാത്ത്. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ എപ്പോഴും പറയുന്നതാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഹയാത്ത് ആയിരിക്കാം. ബാക്കിയെല്ലാം ഒരു പ്രാവശ്യം പോയിട്ടില്ല. മിത്തൂസിനെ അറിയായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി, സാധനങ്ങളൊക്കെ വെച്ചു. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. റൈറ്റ്? ഓക്കെ, അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഇതൊരു നല്ല സർപ്രൈസ് ആയില്ലേ അല്ലേ? സർപ്രൈസ് ആയില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് എന്താണ്? റൂം ടൂർ അല്ലേ? അപ്പോൾ ഇതാണ് റൂം ടൂർ. അപ്പോൾ നമുക്ക് ആദ്യം ബാൽക്കണിയിൽ നിന്ന് തുടങ്ങാം. അതാ ഇങ്ങോട്ട് വരാം.
ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി. അവിടെ ടെറസും സംഭവമൊന്നുമില്ല. ഇതാ ഇങ്ങനെ വിൻഡോ മാറ്റി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങുകളെ പറ്റിയിട്ടൊക്കെ എനിക്ക് കുറേ കഥകൾ പറയാനുണ്ട്. യെസ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ പിന്നെ അറിയാലോ, എവിടെ ചെന്നാലും ആ സീറ്റ് അയാൾക്ക് വേണം. ഇനി കഥ എഴുത്ത് തുടങ്ങുമോ? ഇവിടെ ഒരാൾക്ക് ഇത്രയും ഡ്രോസ് ഉള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. ഓ അത് ശരി. അപ്പൊ പറയണേ പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് കുറെ എന്നിട്ട് വേണം അവര് റിനൈസൻസിൽ ഇത്ര ഉണ്ടായിരുന്നില്ല ഡ്രോസ്. അപ്പൊ ഞാൻ കഥ എഴുത്ത് തുടങ്ങല്ലേ? പെണ്ണ് കാണാനില്ലല്ലോ. പെണ്ണ് ബാഗ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. സർപ്രൈസ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. ഒരു മാസം മുന്നേ ഞാൻ കാണുന്നു ഇതൊക്കെ. അല്ല, ഏറ്റവും രസം എന്താ അറിയോ, അവള് നാളെ പിറന്നാള്, നാളെ സർപ്രൈസ് കൊടുക്കുക വെച്ചിട്ടായിരുന്നു. ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവന്നപ്പോൾ അവൾ എന്നോട് പറയും, പപ്പടെ ഒരു മുന്നത്തെ സർപ്രൈസ് എൻ്റെ ഇവിടെ ഒന്നും ആയിട്ടില്ല. രാവിലെ പിടിച്ച് ഞാൻ പറയും ഇത്രയും മാസമായിട്ട് നമുക്ക് അറിയണതല്ല എന്റെ ബർത്ത്ഡേ ഇന്നാണ്, ഇന്ന് രാവിലെയാണോ? അതന്നെ എന്നോട് സർപ്രൈസ് കണ്ട് കൊല്ലു. അത്രയ്ക്ക് സർപ്രൈസ് ഉണ്ടാ. സർപ്രൈസ് റാണിയാണ്. ഓക്കെ. എന്നാ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു റിക്ലൈനർ കൈൻഡ് ഓഫ് സെറ്റപ്പ്, ഒരു സോഫ ഉണ്ട്. ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കാം. ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. ഇന്റീരിയർ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ലൈറ്റിങ്. പിന്നെ ഇവിടെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ, ടീ കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ കണ്ണാടി, ഫുൾ സൈസ് കണ്ണാടി അല്ലേ? എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഹോട്ടലിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ബാത്റൂം. എപ്പോഴും, കാരണം എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ് ഒരു വീട് കയറ്റുമ്പോ ഇങ്ങനത്തെ ബാത്റൂം വെക്കണം എന്നുള്ളത്. മുംബൈയിൽ ഇത്രയും ഈ ബാത്റൂമിന്റെ ഏരിയക്കാണ് മുംബൈയിൽ ഒരു ബെഡ്റൂം വരിക. അതാണ് ഇത് നമുക്ക് 1 ബെഡ്റൂം ആയിട്ട് മുംബൈയിൽ കിട്ടും. മുംബൈയിൽ അതെ, അത്രയും സ്പേസ് ആവശ്യമുണ്ട്. ഈ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. വേറെ ഒന്നല്ല, എനിക്ക് 2 എണ്ണമായിട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അതായത് ടോയ്ലറ്റും അതുപോലെ ബാത്റൂമും രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. മറ്റേത് എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ വെള്ളമാവും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ നമ്മൾ അന്ന് ദുബായിൽ പോയപ്പോഴും ഒക്കെ കണ്ടു, എല്ലാ ഫ്ലാറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി മുംബൈയിൽ ഇത്ര സ്ഥലം കിട്ടാറില്ല, കിട്ടാനൊരു രക്ഷയില്ല. കിട്ടണമെങ്കിൽ പിന്നെ നമ്മുടെ പുതിയ ഫ്ലൈറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നോക്കാം. സ്ഥലം കിട്ടണോ? എത്രയൊക്കെ സ്ഥലം ഒരു റൂമിലുള്ള ചിലപ്പോൾ മൊത്തം ബാത്റൂമിന്റെ സ്ഥലം നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയില്ല. സംഭവമാണ്. കുറെ ദിവസമൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്കല്ലേ അല്ലേ ഇങ്ങനത്തെ സ്ഥലത്ത്. മിത്ത് വന്നപ്പോ തന്നെ ഇതൊക്കെ അൺലോക്ക് ചെയ്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയൺ ബോക്സ് സംഭവങ്ങൾ അതൊക്കെ ഉണ്ട്. ദിസ് ഈസ് മിത്തുവിന്റെ ഫേവറേറ്റ് ഏരിയ. മിത്തു കുറച്ച് ഈ വീഡിയോ ഓഫ് ആക്കുന്ന മുതൽ നാളെ ഇവിടുന്ന് പോകുന്നവരെ മിത്തു ഇതിന്റെ ഉള്ളിലായിരിക്കും. എവിടെ ചെന്നാലും ഇപ്പൊ അതാണ് ഒരു, എനിക്കിപ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് ഇപ്പോൾ അതാണ്. എനിക്ക് ബാത്ത് ടബ് ഉണ്ടോ നോക്കണം. അതുണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പം ഞാൻ റൂം ബുക്ക് ചെയ്യാറുള്ളൂ. കാരണം മിത്തുവിന് അത് വേണം. ഈ വഴി കൂടെ വന്ന് ഈ വഴി കൂടെ പുറത്തേക്ക് വരാം. അതിവിടെ അടയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം ടൂർ അങ്ങോട്ട് കഴിഞ്ഞു. കുട്ടി റൂം ടൂർ. ഇവിടെ വരുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാനും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. പപ്പുവിന് ബർത്ത്ഡേ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ്. മുംബൈ ഹയാത്തില് 13 കൊല്ലമായിട്ട് തുടർന്ന് പോരുന്ന ഒരു ആചാരമാണ് ഈ സർപ്രൈസ് എന്നുള്ള പരിപാടികൾ. ഒരു 100 കൊല്ലം ഇതുപോലെ തുടരാനുള്ള ഭാഗ്യം രമേശേട്ടന് ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ആ ഭാഗ്യം ഉണ്ടാവല്ലോ അല്ലേ? ഞാൻ ആ ബാഗ് ഞാൻ രാവിലെ തന്നെ ഞാൻ സ്വപ്നം നടക്കാൻ പോയപ്പോൾ തന്നെ ബാഗ് അവിടെ റെഡിയാക്കി അതിന് മുകളിൽ സ്ലിപ്പൊക്കെ എഴുതി വെച്ച്. എന്തായാലും അത് കണ്ടപ്പോൾ സർപ്രൈസ് ആയില്ലേ? പിന്നെ ഒരുപാട് അങ്ങനെ വികാരമൊന്നും പ്രകടിപ്പിക്കാറിയാത്തോണ്ട് കണ്ണീരൊന്നും വരില്ല. അങ്ങനെയൊന്നും അത് ഈ 13 കൊല്ലം ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും വികാരങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കാൻ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ വാവ് ഐ എം സോ ലക്കി അങ്ങനെ കണ്ടല്ലോ. നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഓഫ് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ലക്കി ആയിട്ടുള്ള ആള്. ഇതുപോലൊരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എങ്ങനെ സാധിക്കുന്നു? ഈ 13 കൊല്ലമായിട്ട് ഞാനിതൊക്കെ കൊടുക്കുക എന്നല്ലാതെ
ഇങ്ങനെയൊന്നും കേട്ടില്ല. ആ സ്ലിപ്പ് വെച്ച് നോക്കൂ. ആ ബർത്ത്ഡേ എങ്ങനെ പോണ്? അതെ ഞാൻ പോയി ചായ ഉണ്ടാക്കി വരാം. ഞാനൊരു വികാരങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. അതിപ്പോ 13 വർഷം അതിന് മുന്നേ അങ്ങനെ തന്നെയാണ്. നമ്മള് അത് ശരിക്കും അറിയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റോറി എപ്പിസോഡ് പോയി കണ്ടാൽ മതി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് സ്വപ്പ് നോക്കിയതിന് ശേഷം എന്താണ് ഈ കാണിച്ചു ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഓരോരുത്തരും ഓരോ വല്ല എനിക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. അതൊരു കഴിവില്ലായ്മ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് തുറന്നുകൊണ്ട് പോകുന്നത്. ഒരാൾ എക്സ്പ്രസ് ചെയ്താൽ മതി. ഓവറാക്കി ചളാക്കാ പറയില്ലേ. മനസ്സിലുണ്ട് സ്നേഹം, മനസ്സിലായില്ലേ? അവിടെ ബാക്കിയുള്ള മിരണ്ടയും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞ് അവിടെ അതാണ് കഥ എഴുതുക, ഭക്ഷണം കഴിക്കുക, പിന്നെ കഥ എഴുതുക, ഭക്ഷണം കഴിക്കുക. എന്റെ എക്സ്പ്രഷനും കൂടെ അവിടെ വരും. അതെ, അവിടെ ഭയങ്കര എക്സ്പ്രഷന്റെ ആളാണ്. അവിടെ ഇങ്ങനെ കിട്ടുമ്പോഴേക്കും കരച്ചിലും കണ്ണീരും വികാരങ്ങളൊക്കെ കോരിച്ചൊരുക്കും. ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവളെ എണീറ്റ് വന്നപ്പോഴേക്കും ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു വന്നിട്ട് പപ്പ യു ആർ സോ ഗ്രേറ്റ്, പപ്പ യു ആർ സോ ഗുഡ് ഹസ്ബൻഡ്, പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവളായിരുന്നു പ്രകടിപ്പിക്കില്ല. സ്വപ്പ് ആയിട്ട് പോയിട്ട് ചായ ഉണ്ടാക്കാനും വേറെത്തിനൊക്കെ പോയി സ്വപ്പ് ആണ് എന്തും പഠിച്ച പൊട്ടച്ചിട്ട്. അതെ, ആ കഥ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ്. ഇനി അതും കൂടി എനിക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും. അല്ല, ഇനി ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ ഹോട്ടലിനെ പറ്റിയിട്ട് ഇവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എഴുത്തുകളാണ് ഇവിടെ എഴുതുക. ഇതിന്റെ മുന്നേ നമ്മൾ എവിടെ പോയപ്പോഴാണ് അവിടെയൊക്കെ പോയപ്പോൾ അവളുടേതായ രീതിയിൽ അവിടെ അവർക്ക് കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഭംഗിയാണ്, എന്തൊക്കെ അത് കണ്ടിട്ട് അവർക്ക് തന്നെ ആകെ ഭ്രാന്തായി ഉണ്ടാവും. കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ടേക്കാളും രസമുണ്ട് അവളുടെ എഴുത്ത് കാണുമ്പോ. ഭയങ്കരമായിട്ട് എഴുതി വെച്ചിട്ട് എല്ലാവർക്കും എഴുതി അവിടെ സബ്മിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ആള് പോവുക. അപ്പൊ എന്തായാലും എഴുതിക്കോളൂ. അങ്ങനെ ഒരു 2 hours റെസ്റ്റ് എടുത്തതിന് ശേഷം നല്ല റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ആയി. സുപ്പ് കാഴ്ചയെ കണ്ടിരുന്ന് കോഫി കുടിക്കുന്നു. എന്താ പറയാ, റെസ്റ്റ് ചെയ്തു. അതാണല്ലോ മെയിൻ. സോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിറന്നാളിൻ്റെ കേക്ക് നമ്മൾ രാത്രി കട്ട് ചെയ്യാന്ന് വിചാരിച്ച ഏതായാലും അവർ ആദ്യം തന്നെ നമുക്ക് കൊണ്ടുവന്നു തന്നു. കേക്ക് കട്ട് ചെയ്യലാണ്. നമുക്ക് സർപ്രൈസ് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കട്ട് ചെയ്തോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ അവർ വന്നിട്ട് നമുക്കൊരു അത് ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് വരുന്നത്, അപ്പോൾ എനിക്കൊരു കേക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് ഇരിക്കുകയായിരുന്നു. ഇന്ന് താഴെ പോകണം. അപ്പോഴാണ് അവര് കോളിംഗ് ബെൽ അടിച്ചിട്ട് 12 മണിക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത് ഇപ്പൊ തന്നെ കട്ട് ചെയ്തു, അഡ്വാൻസ്ഡ് ആയിട്ട്. അതെ, എന്തായി ഇവിടെ നോക്കാം നമുക്ക്. എന്താണ് അതാ തിരിഞ്ഞിക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കി ഗിഫ്റ്റ് തുറക്കാൻ കിട്ടില്ലാന്ന്. കഷ്ടം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ മിത്തു അവസ്ഥ. അതല്ലേ മറ്റൊരു അമ്മയ്ക്ക് ബർത്ത്ഡേ അടുത്ത വർഷം ഗിഫ്റ്റ് അടുത്ത ബർത്ത്ഡേക്ക് മതിയോന്ന് തുറക്കാൻ കിട്ടില്ല. പൊളിക്കേണ്ടി വരും. എന്താണ് നോട്ടെ. ഓഹോ ഇതെന്താ ഒരു വെറുതെ ആയിട്ടുള്ള ഈ സാധനം ഇല്ലാത്ത എന്താ പറയാ ഒരു സ്റ്റീല് പോലുള്ള കളറിന്റെ ഒന്നുമില്ലാത്ത ഒരു സംഭവമായിരുന്നു. അമ്മോട് ചോദിച്ചത് വേണം, വേണ്ട ഞാനിത് ഇടാറില്ല.
ഇല്ലാന്ന്. ആ അപ്പൊ അതിന്റെ മുകളില് അതിന്റെ മുകളിൽ കുറച്ച് സാധനം. സംഭവം വെച്ചിട്ട് എനിക്കത് വന്നോളൂ. പിന്നില് കളറ്. ആ പിന്നിലൊക്കെ ഉണ്ടോ? എന്നോട് ചോദിച്ചേ ആ ഇന്ന് 2 ഗിഫ്റ്റ് മതിയോ, ബാക്കി 2 നാളെ മതി ഇപ്പൊ ഇരുന്ന് ഉണ്ടാക്കിയത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞ 1 മാസമായിട്ട് പിന്നെ നീ അല്ല അവളെന്താ അറിയോ, അവള് ഇങ്ങനെ കുറേ ഗിഫ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ ഉണ്ടാവുക വെച്ചാൽ കറക്റ്റ് ആ തലേ ദിവസം രാത്രിയാണ് അവളെ അത് കാണില്ല ആദ്യത്തെ. എന്നിട്ട് അവസാനം ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കും. അപ്പൊ 36 അതിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ഇന്ന് ഞാനത് പറഞ്ഞ വഴിക്കേ ആദ്യം വന്നിട്ട് ഞാൻ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ബുക്ക് ചെയ്ത് പറഞ്ഞ വഴിക്ക് ആദ്യം വഴിക്ക് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഓ ഗ്രേറ്റ് ഫാദർ, ഗ്രേറ്റ് പപ്പ, ഗ്രേറ്റ് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങോട്ട് പോയപ്പോഴാണ് 36 ഓർമ്മ 36 കാടുണ്ടാക്കാൻ മറന്നു എന്നുള്ളത്. തിരിച്ചു വന്നിട്ട് 4 തെറി. പപ്പയുടെ ഒരു സർപ്രൈസ് കാരണം എനിക്കൊരു ഗിഫ്റ്റ് നേരം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിനി എന്ത് ചെയ്യും? പപ്പട ഓരോ ഇത് എപ്പോ പോകുന്ന വെച്ചാൽ ഞാൻ ഇപ്പൊ പോണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എനിക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വയ്യ. കേക്ക് അടിപൊളി. പക്ഷെ അവര് വന്നപ്പോ ഈ ലൈറ്റ് നമ്മള് ഇവിടെ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആകെ ഇരുട്ടായിരുന്നു പോയെടുത്ത്. അതും പെട്ടെന്ന് അവര് വന്ന് നേരെ അവര് കേക്കായിട്ട് ഓടി വന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല എന്താ പറ്റിയതല്ലോ സോപ്പൂര്. ആ അപ്പൊ അവര് വേഗം നമുക്ക് മുറിക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ അതെ. അപ്പൊ ആദ്യം ഇത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ള അല്ലേ, എല്ലാവരും. കാരണം എല്ലാവരും വിഷ് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബേഴ്സിനല്ല നമ്മളെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തംബ്നെയിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട സമയത്ത്. അപ്പോൾ അത് എല്ലാവർക്കും ആയിരുന്നു. അത് അങ്ങോട്ട് തന്നെ സൊപ്പുവിൻ്റെ വായിക്കനെ പോയി. ഗുഡ്. അപ്പോൾ എല്ലാവരുടെയും വിഷ് ചെയ്തതിന് വളരെ നന്ദി. താഴെ പോവാം, ഒന്ന് പോയിട്ട് നോക്കാം. സ്പെഷ്യലായിട്ട് കിട്ടിയ കേക്ക് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് അന്വേഷിച്ച് അവസാനം ഇങ്ങോട്ട് എത്തിച്ചേർന്നതാണ്. അവരുടെ ഇൻഹൗസ് ബേക്കാണ് അവിടെ. അത്രയും നന്നായിട്ടുള്ള ഒരു കേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ കഴിച്ചിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. അത്രയും സൂപ്പർ കേക്കാണ്. അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ. പൊതുവെ ഇവരുടെ ബേക്കിങ്ങിനെ പറ്റി നല്ല റിവ്യൂ ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഭയങ്കര മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക്. അത് ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത് അറിയാം, അത്ര ടേസ്റ്റി. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി വെറുതെ എല്ലാവരുള്ളത്. കേക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട്. ക്രീമി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട്, നല്ല കോഫി. കേക്ക് പറയാതിരിക്കാൻ വയ്യ, നമുക്ക് ഷെഫിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് മോൾ പോയ പോലുള്ള ഒരു പ്രതീതിയാണ്. കുറേ ഷോപ്സ് ഉണ്ട്, കോഫി ഷോപ്സ് പോലെ ഉണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക അതുപോലുള്ള എല്ലാ
സംഭവങ്ങളുണ്ട്. വെൽക്കം സർ. ഏത് ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതിൽ ഏതും കിട്ടുമോ? ഏത് ഫ്രീ ആണെങ്കിൽ എടുക്കാം. ദൈവമേ, എത്ര ഉണ്ടല്ലോ. ഫുൾ ജിം. കഴിക്കാൻ പോകുന്ന ഫുഡിന്റെ ഒക്കെ അല്ലേ കലോറി ഒരു മണിക്കൂർ ഒന്ന് കുറച്ചാല് ശരിയാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് ഏരിയ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പക്ഷെ ഇപ്പം അലൗഡ് അല്ല. എന്നാണ് അവ സ്വിമ്മിംഗ് പൂളൊന്നും തുറക്കല്ലേ? ആ, അതുകൊണ്ട് മിഥുന അടിച്ച സ്വിമ്മിംഗ് പൂളിൽ വേണേ ഇനി ബാത്ത് ഇട്ടിട്ടും. അതെ, ബാത്ത് ഇട്ടും. നല്ല വ്യൂ, നല്ല വ്യൂ. ഇനി നേരെ ഡിന്നർ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇനി പോയിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മളെ വരവേൽക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും നാളെ ഉണ്ടാവുക. പക്ഷെ നമുക്ക് രാത്രി എപ്പോഴും ബർത്ത്ഡേയുടെ ആ ഒരു രാത്രിയാണ് രസം അല്ലേ? കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കേക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടി അവർ കട്ട് ചെയ്തു. ഇനി പോയിട്ട് എന്തൊക്കെ ഫുഡാണ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോയി നോക്കാം. എന്നാ പോരൂ. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരുന്നു. ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു കുറേ ഉണ്ട് സംഭവം നടന്നു വരാൻ. അവിടുന്ന് മുതൽ ഇങ്ങനെ തുടങ്ങും. അപ്പോൾ നമുക്കിനി പോയിട്ട് എടുക്കണം. നമ്മളിപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. പിന്നെ നമുക്ക് ഇരിക്കാനുള്ളതൊക്കെ അല്ലേ പറയാനൊന്നുമില്ല. ഇനി ഫുഡും കൂടെ എങ്ങനെയുണ്ടെന്നോ. ഫുഡ് ഒരുപാടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ എത്ര ടൈപ്പ് ഫുഡാണെന്നും കൂടെ നോക്കണം. അതെ, അതെ. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഫുഡ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളനുസരിച്ച് എല്ലാം ഇങ്ങനെ പോയി നോക്കുക. ഓരോന്നായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് തന്നെ ഇനിയുള്ളൂ. അതെ. അപ്പോൾ 8:31 ആയി. 10:30 വരെ ടൈമുണ്ട്. അപ്പോൾ 2 hours ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കാം.
ഞങ്ങളിത് ഏകദേശം ഫുഡൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് ഒരു വിളി വന്നത്. രമേശ് ചേട്ടനല്ലേ ഇത്, മാസ്ക് വെച്ചിട്ട് പോലും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ വ്യൂ കാണുന്നത്, ദീപ എന്നാണ്, ബാംഗ്ലൂരാണ്. ഹസ്ബൻഡോട് ഒഫീഷ്യലായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാണ്. ഭയങ്കര സന്തോഷം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ. കാണും. അതെ അതെ, ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു. സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനങ്ങൾ എടുത്തില്ല. അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി ഒഴിവാക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് അതെടുത്തു. ബാക്കി നമ്മൾ എടുത്തിരിക്കുന്നത് സൂഷി എടുത്തിട്ടുണ്ട്, പിന്നെ ഹമ്മൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ റോസ്റ്റഡ് പംകിൻ സാലഡ്. പിന്നെ ഇതൊക്കെ ചിക്കൻ്റെ സംഭവങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ, ഇതിൻ്റെ പേരിക്കറിയില്ല, എന്തോ ഒരു പേര്, അതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സ് എടുക്കും. ഒരുപാട് കോണ്ടിനെൻ്റൽ ഫുഡ്സ് ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ സുഷി ഒന്ന് കഴിച്ചു നോക്കാം. സുഷീനെ ഒന്ന് നോട്ടെ. അതെങ്ങനെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. സത്യം, ഇതാണ് സുഷി. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, എന്താണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചോട്ടെ, ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. മിത്ത് ഇവിടെ ഓൾറെഡി സ്വീറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇതൊന്നും കഴിച്ചിട്ടില്ല, വെറും സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ഒന്നും കഴിച്ചിട്ടില്ല. ചിക്കൻ മുറുക്ക്, പ്രോൺ ക്രാക്കേഴ്സ് ആണ് കേട്ടോ. പ്രോൺസിന്റെ ടേസ്റ്റ്, പ്രോൺസ് പപ്പടം. മേരാ ദുഷ്മൻ ദുഷ്മൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പ്രസ് എടുത്തത് തായ് ഡിഷാണ്. ലെമൺ ഗ്രാസ് റൈസും തായ് ഫിഷ് കറിയും യെല്ലോ റൈസ്. ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? ഇതാണോ നീ അന്ന് ഉണ്ടാക്കിയത്? അത് തായ് മാംഗോ എന്തോ സംഭവം, സ്റ്റിക്കി റൈസ്. അവരുടെ ഡെസേർട്ടാണ് ഉണ്ടാക്കിയത്. ഇത് അവരുടെ ഫിഷ് കറി എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. എല്ലാം അവരും കേരളക്കാരെ പോലെ തോന്നുന്നു. വെറും കോക്കനട്ടിന്റെ കളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. നല്ല കോക്കനട്ട് ഫ്ലേവർ. നമ്മുടെ സ്റ്റൂ ഒക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഫിഷ് കറി. ഇത് പിന്നെ നമ്മുടെ മട്ടൻ ബിരിയാണി, ഇത് ചിക്കൻ ചില്ലി സോസ്. സത്യം പറഞ്ഞാൽ ഈ ബൊഫേയിലെ 10% പോലും എടുത്തിട്ടില്ല. 10% പോലും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചില ഇപ്പോൾ മറ്റേ ആ സുഷി ആ ഏരിയ ഒന്നും പോയല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് പലതും നമുക്ക് എടുക്കാനേ പറ്റില്ല, ഇഷ്ടാവില്ല. ഇപ്പം മിത്തുവിന് ആ ചിക്കൻ ഫ്ലേവറൊന്നും ഇഷ്ടമായി. മീൻസ് എന്താ പറയുക, കോണ്ടിനെന്റൽ ഡിഷുകൾ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പലതും ഉണ്ടാവും. അപ്പോൾ കാരണം ഇവിടെ അധികം ഫോറിനേഴ്സ് ഒക്കെ ഉള്ളതാണ്, പല കൺട്രിയിലുള്ള പലരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡാണ്. നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്യുക, ആ ടേസ്റ്റ് അറിയാം, അത്ര ചെയ്യണം. അല്ലാതെ മട്ടൻ ബിരിയാണി ഉണ്ട് വിചാരിച്ചിട്ട് 4 പ്ലേറ്റ് മട്ടൻ ബിരിയാണി പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമാണ്. ഇല്ല അല്ലേ? ആ വാട്ടർ, അത് ശരിയാ. മിത്തുന്റെ ഹെൽത്തി. അതെ, കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വീറ്റ്സ് എല്ലാം ഹെൽത്തി പോയി കൊളാക്കി തരും. സ്വീറ്റ്സ് ആണ്, ഡിസേർട്ട്സ് ആണ് മെയിൻ. അങ്ങനെ മെല്ലെ സ്വീറ്റിലേക്ക് തിരിഞ്ഞു തുടങ്ങി എല്ലാവരും. സൊപ്പുപ്പുളും ആയിട്ടില്ല അല്ലേ? ഞങ്ങളൊക്കെ എടുത്തു തുടങ്ങി. മട്ടൻ ബിരിയാണി കഴിക്കാം. മട്ടൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല സുഖമുള്ള മട്ടൻ ബിരിയാണി, അധികം സ്പൈസ് ഒന്നും ഇല്ലാതെ. ഓക്കെ, റൈസിന്റെ ടേസ്റ്റ് മൊത്തം കിട്ടുന്ന വളരെ സുഖകരമായ മട്ടൻ ബിരിയാണി. കുത്തലില്ല, ഈ മസാല കുത്തൽ അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടെ വെറൈറ്റി ആണല്ലോ. ഇവിടെ വെറൈറ്റി ഒരാളാ. പെന്നക്കോട്ട ആൻഡ് ഹേസൽനട്ട്, പിന്നെ എന്താ ആപ്പിൾ പൈ വിത്ത് കസ്റ്റാർഡ്, ബ്രൗണി, പിന്നെ ബ്രെഡ് ജാം പുഡിംഗ്. ഇതാണ് പെന്നക്കോട്ട. ഓക്കെ, ഇതാണ് ഹേസൽനട്ട് ഷ്രെഡ. ഇതാണ് നമ്മുടെ വാൾനട്ട് ബ്രൗണി, ദിസ് വൺ. ഇതിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാം, പക്ഷെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തില്ല. ഇത് ബേക്ക്ഡ് ആപ്പിൾ പൈ ടാർട്ട് ഫ്രൂട്ട് കസ്റ്റാർഡിൽ, ഫ്രൂട്ടല്ല വെറും കസ്റ്റാർഡിൽ ഇട്ടത്.
ഇത് ബ്രെഡ് ജാം പുഡിംഗ്. ഇങ്ങനെ ഏറ്റവും ആദ്യം കഴിക്കാൻ പോകുന്നത് ഇതാണ്. സൂത്തിങ് ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഒരുവിധം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. കുറേ നല്ല നല്ല വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റി അല്ലേ? ടേസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി. സ്റ്റാൻഡേർഡുള്ള ഫുഡ്, ക്വാളിറ്റി ഉള്ള ഫുഡ് അല്ലേ? പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്കിനി മെല്ലെ ഇറങ്ങാം. ഇനി നാളെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലേ? അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ, സത്യമായി പറഞ്ഞാൽ നാളെയാണ് ബർത്ത്ഡേ വെച്ചാലും എൻ്റെ ഇതിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. കാരണം കേക്ക് കട്ടിങ്ങും അടിപൊളി ഡിന്നറും എല്ലാതുമായിട്ട് സൂപ്പർ സെലിബ്രേഷൻ ആയിരുന്നു. രംഷേട്ടന് താങ്ക്സ്. കുറച്ചു നേരം റൂമിലൊക്കെ ഇരുന്നല്ലേ, വർത്തമാനൊക്കെ പറഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടേ കിടക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ ഇന്നത്തെ ദിവസം കളയണം. അപ്പൊ നാളെ രാവിലെ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ദിവസം അല്ലേ? അതെ. അപ്പൊ അങ്ങനെ റൂമിലേക്ക് കയറാം. നിശ്ചയം അവിടെ റൂം തുറക്കേണ്ട പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വ്ളോഗായിട്ട് കാണാം.